ഒരു സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞാണ് പേയ്മെന്റ് കിട്ടുന്നത്. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. എത്ര വർഷമായി സിനിമയിൽ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 92 തുടങ്ങിയാണ്. 30 വർഷം കഴിഞ്ഞു. അന്ന് എത്ര രൂപ ആദ്യത്തെ പടത്തിന് കിട്ടിയത്? അന്ന് 500 രൂപ. ഇന്ന് 500 രൂപയെന്ന് 30 വർഷങ്ങൾക്ക് ഇപ്പുറം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഇപ്പോഴും അതൊക്കെ തന്നെ ഉള്ളൂ. അതിനൊരു മാറ്റം വന്നിട്ടില്ല. അതിന് മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുമോ? ഒത്തിരി പേര് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ നല്ല വേഷങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഒരുപാട് പേർക്ക് നല്ല അവസരങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് ഫുഡൊക്കെ കിട്ടുമോ അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്? അതായത് ഈ പറഞ്ഞില്ല 2000 പേരും 1000 പേരൊക്കെ ഷൂട്ടിന് വരുമ്പം അവർക്ക് തികയാതെ വരുന്നുണ്ട്. കടുവ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹളമൊക്കെ ആയതാണ്. ഈ തല്ല് സമയത്തൊക്കെ ആൾക്കാർ ഒന്ന് റിയൽ ആയിട്ട് തല്ലു. ലാത്തി ചാർജൊക്കെ നടക്കുന്നില്ലേ നമ്മുടെ കൂട്ടത്തിലോ? ഈ കഴിഞ്ഞ ദിവസം ഈ മമ്മൂക്കാടെ ബ്ലാക്ക് എന്ന് പടമില്ലേ 2 രഞ്ജിത് സാർ ചെയ്യുന്നത്, അത് സീമസ് കോളേജായിരുന്നു. അതിനകത്ത് വന്നിട്ട് പോലീസുകാരും അടിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റും തിരിച്ചടിച്ചു. പോലീസുകാരൻ്റെ ഇവിടെ എല്ലാം നെറ്റിയൊക്കെ വിട്ടുമൊക്കെ ചെയ്ത് അവിടെ സീനായതാണ്. ഇപ്പൊ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് തല്ലിട്ടി എന്ന് വിചാരിക്കാം. ആരാ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം? നമ്മളെടുക്കണം. നമ്മളല്ലേ വിളിച്ചു വരുത്തി. നമ്മളെന്തിനാ ഒരു ആശുപത്രി കൊണ്ടുപോകണം? പിന്നെ നമ്മൾ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം നമുക്കാണ്. ഒരുപാട് സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത, ഒരുപാട് സിനിമകൾക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന രാജീവ് ബ്രോ ആണ്. ബ്രോ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു രാഘവ്. എത്ര വർഷമായി സിനിമയിൽ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാൻ 92 തുടങ്ങിയാണ്. ഉപ്പുകണ്ടം ബ്രദേഴ്സ് എന്ന സിനിമയിലാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ആദ്യമേ വരുന്നത്. 30 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ജോജു അടക്കം ഒരുപാട് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നു. അതെന്താ വലിയ റോളിലേക്ക് വരാതിരുന്നത്? ശ്രമിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് ഇഷ്ടമായിരുന്നു സിനിമയിൽ ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അപ്പം സാമ്പത്തികം ആണല്ലോ എല്ലാവർക്കും ഒരു ഇത്. ഓക്കെ. അപ്പം ഞാൻ സപ്ലൈ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു അഭിനയിക്കാൻ. അതിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ വരുമ്പം ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി മാത്രം നിന്നു കൊടുത്തു. അല്ലാതെ മെയിൻ റോളുകളിലോട്ട് പോകാനായിട്ട് അന്ന് ശ്രമിച്ചില്ല. ഇപ്പോൾ അങ്ങനെ ഓഫർ വരാറുണ്ടോ? ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ ഞാൻ ഒരു പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്നുണ്ട്. ഈ 30 വർഷത്തിനിടയ്ക്ക് അപ്പോൾ വലിയ റോളുകളൊന്നും ചോദിച്ചിട്ടില്ലേ? ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. കാരണം നമ്മുടെ ഓരോ ബുദ്ധിമുട്ടും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചില്ല. എങ്ങനെയാ ഉപ്പുകണ്ടം ബ്രദേഴ്സിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാറിയത്? ഉപ്പുകണ്ടം ബ്രദേഴ്സ് ജൂനിയർ ആർട്ടിസ്റ്റ് മാറിയല്ല. ഞാൻ അന്ന് AC പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആണ് അവിടെ കോട്ടയം കഞ്ഞിക്കുഴി ഷൂട്ട് കിടക്കുന്നു പറഞ്ഞ് അങ്ങനെ അവിടെ പോയതാണ്. അവിടെ ചെന്നപ്പോഴാണ് അവിടെ പിടിച്ച് നിർത്തി. അപ്പോൾ ഇത് നല്ല രസമാണല്ലോ, പരിപാടി പോകുന്നത്, പൈസയും കിട്ടി. അങ്ങനെ പിന്നെ ഇതിൻ്റെ പുറകെ അങ്ങ് പോയി തുടങ്ങി. ഓക്കെ. അന്ന് എത്ര രൂപ ആദ്യത്തെ പടത്തിന് കിട്ടിയത്? അന്ന് 500 രൂപ. ഓക്കെ. ഇന്ന് 500 രൂപയെന്ന് 30 വർഷങ്ങൾക്ക് ഇപ്പുറം ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഇപ്പോഴും അതൊക്കെ തന്നെ ഉള്ളൂ. അതിനൊരു മാറ്റം വന്നിട്ടില്ല. അതിന് മാറ്റം വന്നിട്ടില്ല. എപ്പോൾ മുതലാണ് ജൂനിയർ ആർട്ടിസ്റ്റുകളെ സപ്ലൈ ചെയ്യുന്ന പരിപാടി തുടങ്ങിയത്? ഞാൻ ഹണിബി ഇമ്മാനുവൽ മമ്മൂക്കാട് അത് തൊട്ടാണ് ഫ്രീ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അന്ന് എന്താ ഹണീബിയിലേക്ക് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ എന്താ കാരണം? അത് അത്രയും നാളെ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. സപ്ലൈ ചെയ്ത് തുടങ്ങിയാലുള്ളൂ നമുക്കൊരു 10 രൂപ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. ഒരു 10 പേരെ വെച്ച് നമ്മൾ 10 പേരെ കൊടുക്കുമ്പോൾ നമുക്കൊരു 1000 രൂപ കിട്ടുമല്ലോ, 100 രൂപ വെച്ച്. അങ്ങനെ നമ്മൾ അങ്ങനെ തുടങ്ങി. ഓക്കെ. ഇപ്പോഴും ഒരുപാട് ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുമോ? ഒത്തിരി പേര് വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ നല്ലതായിട്ട് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ നല്ല വേഷങ്ങൾ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ ഒരുപാട് പേർക്ക് നല്ല അവസരങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങൾ പണ്ട് ജയസൂര്യനെ കണ്ടിട്ടുണ്ട്, കൈലാഷിനെ കണ്ടിട്ടുണ്ട്, ജോജുവിനെയൊക്കെ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ അന്ന് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ്റെ ഒത്തിരി പടത്തിനകത്തൊക്കെ MLA മണിയും ഗുസ്തി അതിനകത്തുണ്ട്. പിന്നെ ഈ ഏലൂർ വെച്ച് അതിനകത്തൊക്കെ നമ്മൾ ഇടയ്ക്ക്. പക്ഷേ എത്ര ആൾക്കൂട്ടത്തിലാന്ന് പറഞ്ഞാൽ എന്നെ എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. എന്നെ വിളിച്ച് പറയുന്നത് ചേട്ടാ അവിടെ നിൽപ്പുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കമ്മാര സംഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതെ അല്ലേ? കായംകുളം കൊച്ചുണ്ണിയിലുണ്ട് അല്ലേ? അതെ അതെ. ലൂസിഫർ ഉണ്ട്. ആണോ? ലൂസിഫറിലാരേട്ടാ? ലൂസിഫർ മറ്റേ ലാലേട്ടൻ്റെ കൂടത്തിൽ മറ്റേ ആ ഷാജോണിൻ്റെ ടീം 8 പേരുണ്ടല്ലോ. ആ 8 പേരിൽ ഒരാൾ ഞാനാണ്. അന്ന് ഞങ്ങൾ 8 പേരാണ് ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഇങ്ങനെ കൂടത്തിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരായിട്ട് കുറച്ച് രാഷ്ട്രീയം ഉണ്ടായിട്ട്. ഇപ്പം എത്ര പടം ചെയ്ത് കഴിഞ്ഞു? പടം അതൊന്നും ഓർക്കുന്നില്ല. എന്നാലും 100 പടം അഭിനയിച്ച് കാണും. ഏതൊക്കെ മെയിൻ പടങ്ങൾ എന്ന് പറഞ്ഞാൽ? മെയിൻ
അന്ന് ചെയ്ത പടങ്ങൾ രാജസേന സാറിൻ്റെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പുള്ളി ഒത്തിരി പടം, പുള്ളിയുടെ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനെ, പുള്ളിയുടെ നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, പിന്നെ ലാസ്റ്റ് പുള്ളിയുടെ ഒരു വിനീത് വില്ലനായിട്ടൊരു ദിലീപ് വില്ലനായിട്ടൊരു പടം ഡാർലിംഗ്. ആ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം ഒക്കെ ആയി. അങ്ങനെ കുറച്ചാൾ മാറിയിരുന്നു. പിന്നെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, അതൊക്കെ അത്യാവശ്യം നല്ല ഫ്രെയിം കിട്ടിയ പടങ്ങളാണ്. അത് കൊട്ടാരം വീട്ടിലെ ത്രൂ ഔട്ട് നമ്മൾ ആ കോളേജിൽ പഠിക്കുന്ന പാട്ട് സീനിൻ്റെ ജയറാമേട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് ഇരിക്കാൻ പറ്റി. ആ ജയറാമേട്ടൻ്റെ കൂടെ തന്നെ 10-30 വർഷം കഴിഞ്ഞപ്പോൾ മാർക്കോടി മത്തായി എന്ന് പറഞ്ഞ പടം ചങ്ങനാശ്ശേരി ഷൂട്ട് ചെയ്ത്, അതിൽ അഭിനയിക്കാൻ പറ്റി ഒരുമിച്ച്. കൂടുതൽ ആൾക്കാരുടെ വളർച്ചയൊക്കെ കാണുമ്പോൾ അത്ഭുതം തോന്നാറില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയാലോ? കൂടെ ഷാജോണൊക്കെ ഭയങ്കര അത്ഭുതം. കാരണം ഞാൻ പഠിക്കുന്ന എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചു തന്ന, ഞാൻ കോട്ടത്ത് നാട്ടത്തെ പഠിച്ചെങ്കിലും സെൻറ്റ് മേരീസിലാണ്, മണ്ടാടാണ് ഷാജോണൊക്കെ പഠിച്ചത്. പക്ഷേ അത് ഞാനൊക്കെ അന്ന് ബ്രേക്ക് ഡാൻസ് കളിച്ചെടുക്കുമ്പോൾ ഷാജോണൊക്കെ മിമിക്രിയും പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് പെട്ടെന്നൊരു വളർച്ചയായിരുന്നു. അതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കഴിവ് ഉണ്ടായിരുന്നു. പിന്നെ രാജസേന അല്ലാതെ വേറെ ആരുടെ കൂടെയൊക്കെ വേറെ ഏതൊക്കെ പടങ്ങൾ? പിന്നെ മെയിനായിട്ട് ചെയ്തത് ലേലം ചെയ്തു. ലേലത്തിനകത്ത് പാർട്ടി ഓഫീസ് ഒരു സീൻ ചെയ്തു. പിന്നെ തങ്കമണി മെയിനായിട്ട് ചെയ്ത്, അതിൻ്റെ അകത്തൊക്കെ നല്ല ദിലീപേട്ടനോട് നല്ല വേഷം ചെയ്തു. പിന്നെ കമ്മാര സംഭവം. പിന്നെ അത് കഴിഞ്ഞ് പുതിയ ഈ ബിബിൻ ജോർജിൻ്റെ വിഷ്ണുവിൻ്റെ ഒരു പടം, മറ്റേ അപൂർവപുത്രന്മാർ, അത് ത്രൂ ഔട്ട് ഒരു 1-2 മാസത്തോളം നമ്മൾ കട്ടപ്പന അവിടെ ആ ഭാഗത്തായിരുന്നല്ലോ, അവിടെ നിന്ന് ചെയ്തു. അപ്പോൾ അതിനകത്ത് നാട്ടുകാരനായിട്ട് കുറേ സംഭവങ്ങൾ അത് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ചെയ്ത് കഴിഞ്ഞ് ശുക്രൻ എന്ന പടമാണ് 2026 ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. 2 പടം ഇറങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ ചെയ്തത് മധുവിധു എന്ന് പറഞ്ഞ പടം, ഒരു ആശാരിയുടെ ശിഷ്യനായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശുക്രൻ, അതിൻ്റെ അകത്തൊരു ലോട്ടറിക്കാരനായിട്ട് ചെറിയൊരു സാധനം. അതിന് നല്ലൊരു വേഷം പറഞ്ഞിരുന്നതാണ്. അപ്പോൾ എനിക്ക് വേറൊരു കണ്ടിന്യൂറ്റി പ്രശ്നമായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇതാ ഞാൻ നേരത്തെ ചോദിച്ചത്, ഇങ്ങനെ കുറേ നല്ല വേഷം പറഞ്ഞിട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു? അതെ, പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന് ഇത് കണ്ട നമുക്കിപ്പോൾ വേറെ ഒരു പടം വരുമ്പം നമുക്ക് കണ്ടിന്യൂറ്റി പ്രശ്നമാണല്ലോ. ഏത് പടത്തിനകത്ത് എല്ലാവരും നോക്കുന്നത്. ഇപ്പം നമ്മളാണല്ലോ ഒരാളെ വിളിക്കുമ്പം അവരോട് പറയാറുണ്ട്, ഇത് ഇന്ന് ചിലപ്പോൾ ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 15 ദിവസം കഴിഞ്ഞായിരിക്കും അതിൻ്റെ കണ്ടിന്യൂറ്റി വരുന്നത്. പക്ഷേ അതിന് വന്നെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പണിയും പോവും, ആ സാധനം പിന്നെ റീഷൂട്ട് ചെയ്യേണ്ടി വരത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ കണ്ടിന്യൂറ്റി നോക്കി ചെയ്തെങ്കിലേ ഉള്ളൂ. നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് അന്ന് ചെയ്യാൻ പറ്റാതെ വന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. കാരണം ഇന്നിപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ എനിക്ക് വേറൊരു വർക്ക് വരുമ്പോൾ അതിൻ്റെ പുറകെ ആൾക്കാരായിട്ട് പോകേണ്ടി വരുമ്പോൾ ചെയ്യാൻ പറ്റാതെ വരും. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ അങ്ങനെ കണ്ടിന്യൂറ്റി നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ മനസ്സിലാവും ആൾക്കാർക്ക്? തീർച്ചയായിട്ടും. പിന്നെ ഒരാൾ നമ്മൾ പല പ്രാവശ്യം ഇപ്പോൾ ഞാൻ തന്നെ കാണുമ്പോൾ ഞാൻ സിനിമയൊക്കെ കാണുമ്പോൾ ഓർക്കാറുണ്ട്. അങ്ങോട്ട് പോയാൽ ഞാൻ കുറച്ച് ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഒരു ദിവസം നടന്ന സംഭവമൊക്കെയാണ്. വേറൊരു ഷർട്ട് ഇട്ടുണ്ട്, അടുത്ത് ചിലപ്പോൾ ഷൂട്ട് വേറെ ദിവസങ്ങളായിരിക്കും നടത്തേക്കുന്നത്. പക്ഷേ ഇത് ഒരു ദിവസം നടക്കുന്ന അപ്പാണ്. അപ്പോൾ ഇന്നൊരു ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞായിരിക്കും അടുത്ത ക്രൗഡ് വിളിച്ചേക്കുന്നത്. അതിനകത്ത് ഞാൻ വേറൊരു ഷർട്ടും മാനിട്ടുണ്ട് ഞാൻ വരുന്നത് സെയിം ഇതിനകത്ത്. പച്ചക്കുതിരയിൽ ദിലീപിനെ ഞങ്ങൾ കാണുന്നുണ്ട്. അതായത് ഈ പ്രായത്തിൽ കോളേജിൽ പോയിട്ടാകുമ്പോൾ അവർ അങ്ങനെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്യുമോ? മാറ്റി നിർത്തിയത് പച്ചക്കുതിരയുടെ അത് സെയിം സാധനമാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പച്ചക്കുതിരക്കകത്ത് ഭക്ഷണം മേടിക്കുന്ന ക്യൂവിൻ്റെ അകത്ത് ഞാനുണ്ട്. ആ സീൻ്റെ അകത്ത് മാറ്റി നിർത്തിയത് ഈ ക്ലാസ്മേറ്റ് നടന്നപ്പം ഷൂട്ട് കോട്ടത്ത് നടക്കുന്നുണ്ടായിരുന്നു. ക്ലാസ്മേറ്റ് നടക്കും. പക്ഷെ അന്നേരം അമ്മ മരിച്ചിട്ട് ഒരാഴ്ച കാണും. അപ്പം നമ്മൾ നോമ്പൊക്കെ ആയിട്ട് നിന്ന സമയം താടിയൊക്കെ ആയി. ആ സമയത്ത് ഞാൻ അവിടെ ഇങ്ങനെ ഷൂട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോയതാ. അപ്പം ഈ പിള്ളേർ സെറ്റിനെ മതി, നമ്മൾ താടിയൊക്കെ വെച്ച് നമ്മൾ ഭയങ്കര ഇതാണെന്ന് ഓർത്തവർ പറഞ്ഞു, ഇത് പിള്ളേരുടെ പരിപാടിയാണ്, കോളേജ് പരിപാടിയാണ്. ഓക്കെ, അങ്ങനെ എനിക്ക് അതിൻ്റെ അകത്ത് ആ ക്ലാസ്മേറ്റിൻ്റെ അകത്ത് എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല. ബാക്കി അവിടെ നടന്ന എല്ലാ സിനിമയ്ക്കകത്തും അഭിനയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. കൊച്ചി രാജാവ്, 5 ഫിംഗേഴ്സ്, കുസൃതിക്കാറ്റ്, ബോഡി ഗാർഡ്, ഇങ്ങനെയുള്ള എല്ലാ പടത്തിനകത്തും അഭിനയിച്ചു. കുറേ കാലമായിട്ട് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു സമയം ഉണ്ടാവില്ല, രാവിലെ വിളിച്ച് രാത്രി വരെ ഇരുത്തുന്നു, അങ്ങനെയൊക്കെ ഉണ്ടോ? കാരണം നമ്മൾ സമയം എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് 9:30 വരെയാണ് ടൈം, അവരുടെ സമയം. അതായത് രാവിലെ 7 മണി മുതൽ രാത്രി 9:30 വരെ ഒരു ഷെഡ്യൂളാണത്. നമ്മൾ രാവിലെ ഈ 7 മണിക്ക് എത്താമെങ്കിൽ എത്ര മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ 5 മണിക്ക് ഇറങ്ങിയാലുള്ളൊരു 7 മണിക്ക് ഇപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നത്, ഇപ്പം ദൂരെ നിന്ന് വരുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ തലേദിവസം വന്ന് കിടക്കുന്നവരുണ്ട്. അതൊക്കെ സങ്കടം വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാം ഇവർ ഈ പാലക്കാട് ഇപ്പം ഒരു 3-4 ദിവസം വർക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വരും.
അന്ന് ഒരു ദിവസത്തെ വർക്കേ കാണത്തുള്ളൂ. പക്ഷേ ഇവർ ഇങ്ങി പോരുക, ഇവിടെ തലേദിവസം വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കിടന്നിട്ട് രാവിലെ ലൊക്കേഷനോട്ട് പോരുക, അവിടുന്ന് ഫ്രഷായി ഇങ്ങ് പോരുക ചെയ്യുന്നത്. ഓക്കെ, 9:30 വരെ ആ സമയം ഇപ്പം മാറ്റാൻ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, കുറയ്ക്കാനായിട്ട് 12 മണിക്കൂറാക്കണം എന്നൊക്കെ പറയുന്നു. ഒന്നും പ്രാവർത്തികമാവെന്ന് അറിയത്തില്ല, കാരണം ഷൂട്ട് പ്രൊഡ്യൂസർമാരൊന്നും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ 9 മണിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ ലേഡീസ് ആണെങ്കിൽ എന്താ ചെയ്യുക? അടുത്തൊക്കെയാണ് പിക്ക് ചെയ്യുക, അവർ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും നമ്മൾ. ഓക്കെ, കോട്ടയത്ത് ഒരു പടത്തിൻ്റെ ഷൂട്ട് കിടക്കാണ്, അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരു പടത്തിൻ്റെ ഷൂട്ട് കിടക്കാണ്, എത്ര ദൂരത്ത് ജൂനിയർ ആർട്ടിസ്റ്റ് വരും, അല്ലെങ്കിൽ അഭിനയിക്കാൻ ചാൻസ് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വരും? ഇപ്പം കഴിഞ്ഞ ഇപ്പം നടന്ന പടത്തിനകത്ത് പറഞ്ഞാൽ ഒരു 400-450 പേരോളം ഉണ്ടായിരുന്നു. അത് പാലക്കാട് നിന്ന് വരെ ആൾക്കാർ വന്നിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ. ആണോ? കാരണം അവർക്ക് പാലക്കാട് നിന്ന് വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും പാലക്കാട് നിന്ന് അത്രയും ദൂരം ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ എന്നെ കിട്ടില്ല, ഈ 500-600 രൂപയ്ക്ക് വേണ്ടി ഇത്രയും പേര് വന്നു. പക്ഷെ അവർ ഓൾറെഡി എറണാകുളത്ത് ഈ പരിസരത്തുണ്ടാവും. ഇപ്പം നമ്മുടെ വർക്ക് കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത എവിടെയെങ്കിലും തൊടുപുഴ ഒരു വർക്ക് നടക്കുന്നുണ്ട്, നേരെ അങ്ങോട്ട് പോകും. അവർ വീട്ടിൽ പോകുന്നില്ല. ഓക്കെ, അവരിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ജൂനിയർ ആർട്ടിസ്റ്റുകളല്ല. അവർ ഇപ്പോൾ കോട്ടയത്തെ ലൊക്കേഷനിൽ വന്ന് നേരെ അടുത്ത എവിടെയാണ് അവിടെ വന്നാലും നാളെ വർക്കുണ്ടോ, തൊടുപുഴ ഉണ്ടോ കേട്ടോ, 2 ദിവസം ഉണ്ട്, അവിടെ പോയി 2 ദിവസം അവിടെ വർക്ക് ചെയ്യും. അന്നേരം എറണാകുളത്ത് ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന എറണാകുളത്താണ്. 7-8 പടം എങ്ങനെ കളിച്ചാലും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത എറണാകുളത്തോട്ട് വരും. ഈ രാത്രി ഷൂട്ട് ഉണ്ടാവില്ല അധികം? എത്ര മണി മുതൽ എത്ര മണി വരെ ഷൂട്ട് ഉണ്ടാവുക? 2 മണി വരെ പോവും, ചിലപ്പം ഫുൾ നൈറ്റ് പോകുന്നുണ്ട്. ഈ 2 മണി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും, അതോ ലൊക്കേഷൻ തന്നെ കിടന്നുറങ്ങും? 2 മണി, അതാണ് ഏറ്റവും വലിയൊരു പ്ലോ. നമുക്ക് നേരം വെളുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എങ്ങനെയാണെങ്കിലും ബസ്സിന് കയറി പോകും. ഈ 2 മണിക്ക് ഒക്കെ വരുമ്പോഴാണ് പക്ഷേ നമ്മൾ വണ്ടി ഇട്ട് ട്രാവലർ എടുത്ത് ഒന്നെങ്കിൽ എറണാകുളത്താണെങ്കിൽ വൈറ്റില ഹബ്ബിൽ കൊണ്ട് വിടും. അങ്ങനെ വേറെ എവിടെ ഏത് സ്ഥലത്താണെന്ന് പറഞ്ഞാലും നമ്മൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിടും. ഇവിടെ ആയിരിക്കാൻ പറ്റും, കാരണം 2 മണിക്ക് അത് ഒന്നും അല്ലാത്തൊരു സമയമാണ്. ഈ ചോട്ടാവുമ്പോൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കുറേ ആൾക്കാരെ വേണമെന്ന് പറഞ്ഞാൽ അന്നൊരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇപ്പോൾ ബബ്ബയുടെ സമയത്ത് രാത്രി ഷൂട്ടിന് കുറേ ആൾക്കാരെ വേണമെന്നുണ്ട്. ഇത്രയും ആൾക്കാരെ എങ്ങനെ സംഘടിപ്പിക്കുക? 1000-500 പേരെയൊക്കെ എങ്ങനെ സംഘടിപ്പിക്കുക? ബബ്ബ സമയത്തൊക്കെ 500 പേരൊന്നും അല്ലായിരുന്നു, 1000-2000 പേരെടുത്ത് ഒരേ സമയത്ത് നടക്കുന്നുണ്ട്. ബബ്ബയിൽ വർക്ക് ചെയ്തായിരുന്നു? ഇല്ല, ഞാനല്ല വർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് സംഘടിപ്പിക്കുക ഇത്രയും ആൾക്കാർ? അല്ല, അത് ഇതിനകത്ത് നമ്മളെ കൂടാതെ സബ് കോർഡിനേറ്റർമാരെന്ന് പറഞ്ഞൊരു വിഭാഗം കൂടെ ഇതിനകത്തുണ്ട്. ഓക്കെ, അവരോട് പറയും ഒരു 10 പേരെ താന്ന് പറയുമ്പോൾ അവർ 10 അല്ലെങ്കിൽ 25 അവരെ അങ്ങ് ഏൽപ്പിക്കും. അപ്പം അങ്ങനെ സബായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. കാരണം 1-2 പേരല്ല, ഇതിപ്പം ഓരോ വിഭാഗം ചെയ്യാനുണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യൻസ്, ഗേൾസ്, ബോയ്സ്, സാധാ ആൾക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ഓരോരുത്തർ. അപ്പം അവരെ ഒരു 50 പേര് 100 പേര് അവരും കൊണ്ടുവന്നോളും. അങ്ങനെ നമ്മൾ 5000 പേരെന്ന് പറഞ്ഞാൽ ഒരു വിഷയമുള്ള കാര്യമല്ലേ ഇപ്പം. ഈ നോർത്ത് ഇന്ത്യൻസിനൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നു? നോർത്ത് ഇന്ത്യൻസ് ഇപ്പം നമുക്കിപ്പം നേവൽ ബേസ് അവിടെ നിന്നാണ് ഒരു ദീദിയാണ് നമുക്ക് നമ്മളൊരു വണ്ടി രാവിലെ കൊണ്ട് വിട്ടുകൊടുത്താൽ മതി. ഓക്കെ, അവർ കയറി പോകുന്നോളും. അവിടുത്തെ നേവൽ ബേസിലെ ഉദ്യോഗസ്ഥരുടെ വൈഫാണ്ട. ഇപ്പം അവരെല്ലാം തിരിച്ച് ബോംബെക്ക് പോയെന്ന് തോന്നുന്നു. ഓക്കെ, മലയാള പടത്തിൽ മാത്രമാണോ വർക്ക് ചെയ്തിട്ടുള്ളത്? അല്ല, തമിഴ് ചെയ്തിട്ടുണ്ട്. ഏതാ തമിഴ്? നമ്മുടെ ഈ ഇന്ത്യൻ 2 വർക്ക് ചെയ്തായിരുന്നു. ഇന്ത്യൻ 2 3-4 സ്ഥലത്തുണ്ടായിരുന്നു. വിശാഖപട്ടണം ചെയ്തു, ചെന്നൈ ടൗണിൽ ചെയ്തു. അത് ഇവിടുത്തെ അതിനകത്തെ എല്ലാവരും ഫ്രെയിമിലും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കൊണ്ട്, കാരണം വെച്ചാൽ അവരെല്ലാം ഈ ATM പോയി പൈസ എടുക്കുന്നത് ഓരോ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് കുറച്ച് ആൾക്കാർ നമ്മളിവിടുന്ന് അത്യാവശ്യം കുഴപ്പമില്ല ആൾക്കാർ, ഒരു 18 പേരോളം നമ്മൾ ഞാൻ കൊണ്ടുപോയിരുന്നു. അവർക്ക് തുടങ്ങും അല്ലാതെ അതിനകത്ത് ഫ്രെയിമും വന്നു, നല്ല രീതിയിൽ അഭിനയിക്കുകയും. പിന്നെ ചെയ്തത് മെയ്യഴകനാണ്, അരവിന്ദ് സ്വാമിയുടെ. അത് 17-18 ദിവസം ആ ഒരു കല്യാണ സീൻ എടുത്ത് 18 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. 18 ദിവസം നൈറ്റ് ഷൂട്ടായിരുന്നു. അതിനകത്ത് എനിക്ക് വേഷം കിട്ടിയ അതിനകത്ത് ചുമ്മാ അവിടെ നിന്നാണ് ലാസ്റ്റ് വന്നു. അപ്പോൾ അവർ പൈസ കൊടുത്തിട്ട് പോകുന്ന സീൻ്റെ അകത്ത് വന്ന് കറക്റ്റ് നല്ല ഫ്രെയിം കിട്ടുകയും ചെയ്തു കേട്ടോ. ബാക്കി നമ്മളിവിടുന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. 17 ദിവസം അവിടെ ആ ഷൂട്ട് നമുക്ക് അവിടെ ചെന്ന്. ഈ മലയാളം പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റും തമിഴ് പടത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താ? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ അത്യാവശ്യം റിച്ച്നെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാർ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നമ്മളെ അവിടെ വർക്ക് വരുമ്പം റിച്ച് ആൾക്കാരെ നമ്മൾ കേരളത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. ആണോ? നമുക്ക് റിച്ച് ലുക്ക് ഉണ്ടോ? കേരളത്തിലുള്ളവർക്ക് റിച്ച് ലുക്ക് ഉള്ളവരുണ്ട്. എന്നിട്ട് അങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. നമ്മൾ മിക്ക പടത്തിനകത്തും നമ്മൾ ഇവിടുന്നാണ് എറണാകുളത്ത് നിന്ന് വണ്ടിയിട്ട് ട്രാവലിലിട്ട് നമ്മൾ കൊണ്ടുപോകാം. ഇത്രയും ദൂരത്തേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ സ്റ്റേ ഒക്കെയോ? അവരെല്ലാം കമ്പനി, അവർ സ്റ്റേ, റൂം, ട്രാവലിങ് എല്ലാം അവരെടുത്തോളൂ, ഫുഡ് എല്ലാം. ബാറ്റയിൽ അവിടെ വ്യത്യാസമുണ്ടോ? ബാറ്റയിൽ അവിടെ ഇവിടുന്ന് പോകുന്നതുകൊണ്ട് വ്യത്യാസം വരും. ഇവിടുത്തെ 500 അവിടെ എത്തുമ്പോൾ എത്രയാവും?
1000 രൂപ ആവും. നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചാലും ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ പൈസ ഇസ്ക്കുന്നുണ്ടോ ഇതുപോലെ? അങ്ങനെയല്ല, ഇതാണിപ്പം നമ്മളൊരു വർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാനിപ്പം ഒരു ക്രൗഡ് വർക്കിന് ഒരു റേറ്റ്, അതാണ് എൻ്റെ പ്രശ്നം. അതിപ്പോൾ നമ്മളൊരു 700 രൂപ 750 രൂപയ്ക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ 600 രൂപയ്ക്ക് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ ഫീൽഡായി ഈ സിനിമ, ഈ കോർഡിനേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ 10 പേരെ കൊണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം അവരിപ്പം മെയിൻ കോർഡിനേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് നടക്കണം. അവർ പോയി നേരിട്ട് പോയി വർക്ക് ചോദിച്ച് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ 700 750 രൂപയ്ക്ക് വർക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 50 രൂപ എടുത്ത് 700 രൂപ വെച്ച് നമ്മൾ സബ്ബുകാരന് കൊടുത്തെന്ന് വെച്ചു. അവൻ അതിനകത്ത് നിന്ന് നമ്മൾ 50 എടുക്കുന്നത് അവർ 100 എടുത്തിട്ട് 600 രൂപ ശരിക്കും കൊടുക്കണം. അതും കൊടുക്കൂല, 500 രൂപ ചിലപ്പോൾ കൊടുക്കും. അതാണ് ഇതിനകത്ത് പേര് വരുന്നവരാ, ആ വർക്ക് എടുത്താരാ, ഇന്നാൾ രാജീവ്, ഇത്ര രൂപ കിട്ടിയുള്ളൂ എന്ന് പറയുള്ളൂ. അതാണ് എൻ്റെ. പിന്നെ എല്ലാവരും പുതിയ സംഘടനകളൊക്കെ വന്നു, അതുകൊണ്ട് 1000 രൂപ മിനിമം വേതനമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നടക്കില്ല. അത് 1000 രൂപ ഒരു ക്രൗഡ് വർക്കിന് 1000 രൂപ വെച്ച് കൊടുത്തു. ഇപ്പം 10,000 2,000 പേര് ഉത്സവമൊക്കെ നടക്കുമ്പം വേണം. അത് 1000 രൂപ വെച്ച് എന്തായാലും ഒരു പ്രൊഡ്യൂസർ ചെയ്യൂല, നടക്കുന്ന കാര്യമല്ല അത്. അന്നും ഈ തന്നെ 600, ഇന്നും 600, അത്രേ ഉള്ളൂ. ശങ്കർ ഇന്ത്യൻ ചെയ്യുന്ന സമയത്ത് ചീത്തയൊക്കെ വിളിക്കോ? അയ്യോ, ഭയങ്കര കലിപ്പായിരുന്നു കേട്ടോ. നല്ല അതിൽ ആ ടൗണ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ ലാസ്റ്റ് ആ കല്ലെറിയുന്ന സീനാ. ഈ കോളേജ് പിള്ളേർ ഒരു സൈഡിൽ നിന്ന് വരുന്നു, ഗുണ്ടകൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നു, ഇവർ സർക്കാർ ഉദ്യോഗസ്ഥർ നമ്മളിവിടുന്ന് കൊണ്ടുപോയ കുറച്ചവർ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നു. അപ്പോൾ സെൻറ്ററിൽ പുള്ളി വന്ന് നിന്ന് പുള്ളിക്കെട്ട് പച്ചക്കറി കൊണ്ടും ബസ്സിലൊക്കെ വന്ന് വെജിറ്റബിൾ വെച്ച് എറിയുന്നു, കല്ല് വെച്ച് എറിയുന്നത്. ആ സീനാണ് അന്ന് എടുത്തത്, ക്ലൈമാക്സ് സീനായിരുന്നത്. അതാണ് എടുത്തത്. അന്ന് ശങ്കർ എന്താ പറഞ്ഞേ? എന്തൊക്കെ വിളിച്ച് പറയുന്നത്. കാരണം കമലാസനെ പോലും നമുക്ക് കാണാൻ പറ്റും, അത്ര ഇതാണ്. കാരണം വെച്ചാൽ അവിടെ അന്ന് വന്ന ഡൂപ്പാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ആ കോസ്റ്റ്യൂം ഇട്ട് മാസ്ക് വെച്ച് വേറൊരാളാണ് നിന്നത്. മെയ്യഴകം ചെയ്യുന്ന സമയത്തോ അതൊക്കെ ഉണ്ടാകും. അരവിന്ദ് സ്വാമിയും മറ്റേ കാർത്തിക്കും ഒരു രക്ഷയില്ല, നല്ലൊരു വൈബായിരുന്നത്. 17 ദിവസം പോയി അറിഞ്ഞില്ല. ഞങ്ങൾ കുംഭകോണത്താണ് താമസിച്ചത്. കുംഭകോണത്ത് നിന്ന് രാവിലെ കറക്റ്റ് 6:30 ആകുമ്പം ട്രാവലർ വരും, നേരെ വണ്ടി കയറും, വൈകിട്ട് പകൽ പുറത്ത് കിടന്ന് ഉറങ്ങും. വെളുക്കുന്ന ഷൂട്ടാണ്, 7 തൊട്ട് 7 മണിക്ക് തുടങ്ങും, വെളുപ്പിന് 4 മണി 5 മണി വരെ ഷൂട്ട് പോകും. കൊണ്ട് റൂമിൽ കൊണ്ടുവിടും, കിടന്ന് ഉറങ്ങുക. ഫുഡെല്ലാം അവിടെ വരും, കഴിച്ച് കിടക്കും. രാവിലത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഉറക്കമായിരിക്കും. ഉച്ചക്ക് രാവിലത്തെ വേസ്റ്റായി പോകും. ഉച്ചക്കത്തെ ഭക്ഷണം മാത്രമേ കഴിപ്പുണ്ടാവുള്ളൂ. കൃത്യമായിട്ട് ഫുഡൊക്കെ കിട്ടുമോ അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക്? ഫുഡിന് പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ആൾക്കാർ ഈ പറഞ്ഞില്ല 2,000 പേരും 3,000 പേരൊക്കെ ഷൂട്ടിന് വരുമ്പം അവർക്ക് തികയാതെ വരുന്നുണ്ട്. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അങ്ങനെ ഒരു പ്രശ്നം ഞാൻ ചെയ്തൊരു കടുവ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര ബഹളമൊക്കെ ആയതാണ്. ബിടെക് ചെയ്യുന്ന സമയത്ത് ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, ബിടെക്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിലേക്ക് നാട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ തല്ല് സമയത്തൊക്കെ ആൾക്കാർ ഒന്ന് റിയലായിട്ട് തല്ലു, ലാത്തി ചാർജൊക്കെ നടക്കുന്നില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ അടിക്കുന്നവരുണ്ട്. ഒറിജിനൽ പോലീസുകാരെ, ഇതിനകത്ത് ഒറിജിനൽ പോലീസുകാരെ ചിലരെ വിളിച്ച് അവർ കയറി അടിക്കും. അവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, അവർക്കറിയില്ല എന്താ ഇത് ഷൂട്ടിങ് എന്താണ് ഇതെന്ന് അവർക്കറിയില്ല. അവർ ഒറിജിനൽ ലാത്തിച്ചാരെന്ന് വെച്ചാൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലോ? ഈ കഴിഞ്ഞ ദിവസം ഈ മമ്മൂക്കാടെ ബ്ലാക്ക് എന്ന പടമില്ലേ, 2 രഞ്ജിത്ത് സാർ ചെയ്യുന്നത്, അത് CMS കോളേജായിരുന്നു. അതിനകത്ത് വന്നിട്ട് പോലീസുകാർ അടിച്ചു, ജൂനിയർ ആർട്ടിസ്റ്റുകളും തിരിച്ചടിച്ചു. ആ പോലീസുകാരൻ്റെ ഇവിടെ എല്ലാം നെറ്റിയൊക്കെ ഒട്ടുമൊക്കെ ചെയ്ത് അവിടെ സീനായതാണ്. അപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് തല്ലിയിട്ട് എന്ന് വിചാരിക്കുക, ആരാ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക? നമ്മളെടുക്കണം, നമ്മളല്ലേ വിളിച്ചു വരുത്തി. നമ്മളെന്തിനാ അവർ ആശുപത്രി കൊണ്ടുപോകണോ? പിന്നെ നമ്മൾ കൊണ്ടുപോയി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം നമുക്കാണ്. തിരിച്ച് അയക്കണ വരെ നമ്മുടെ കയ്യിലാണ് ഉത്തരവാദിത്വം. രാവിലെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഇതിനകത്ത് വേറൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നാളെ ഇപ്പോൾ ഒരു 10 പേരെ ഉള്ളതെന്ന് വെച്ചാൽ നാളെ 10 പേര് വേണം. അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞെന്ന് വെച്ചു, ഇപ്പം നമ്മൾ സബ് ചെയ്യുന്ന ആരെങ്കിലും മനോജ് ചേട്ടനുണ്ട് ഇവിടെ, അങ്ങനെ ഓരോരുത്തരുണ്ട്, അവരെ വിളിച്ച് പറയാമെന്ന് വെച്ചു. ഈ രാവിലെ 7 മണിക്ക് എത്തേണ്ടതാണ് നമ്മൾ ഈ 4 മണിക്ക് ഇരുന്ന് കുത്തി എഴുന്നേറ്റിരുന്നിട്ട് ചേട്ടാ അവരെവിടം വരെയായി എന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഇവരെ വിചാരം. നമ്മൾ 10 പേരെ കൊടുത്തിട്ട് കാശ് മേടിച്ചിട്ട് പോകുന്നുണ്ട്. ഈ 7 മണിക്ക് ആൾക്കാരെ കൊടുത്തില്ലേ ഉള്ള അവസ്ഥ. നമ്മൾ ലൊക്കേഷനിൽ നമ്മൾ പ്രശ്നം, ഷൂട്ട് നടക്കാതെ വരും, അന്നത്തെ ഒരു ദിവസത്തെ ചിലവ് നമ്മൾ കൊടുക്കണം, എത്ര എക്സ്പെൻസ് ഉണ്ടോ അത് മൊത്തം നമ്മുടെ ഉത്തരവാദിത്തം. അപ്പം നമ്മൾ ഈ ആൾക്കാരെ മൊത്തം വിളിച്ച് രാവിലെ 7 മണിക്ക് മുമ്പ് അവിടെ ലൊക്കേഷൻ എത്തിച്ച് അവരുടെ കോസ്റ്റ്യൂമും അവിടുത്തെ കോസ്റ്റ്യൂം നോക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ കാണും. ആ അസിസ്റ്റന്റ് ഡയറക്ടറെ കാണിച്ച് ഇത് ഉറപ്പ് വരുത്തി എല്ലാം ചെയ്തതിന് ശേഷമുള്ള നമുക്ക് ഫ്രീ ആകാൻ പറ്റുള്ളൂ. മലയാള പടത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്ത് എവിടെയൊക്കെ ഷൂട്ടിന് പോയിട്ടുണ്ട്? മലയാള പടത്തിൻ്റെ കമ്മാര സംഭവത്തിൻ്റെ അതിന് തേനി പോയി,
വീരമാണ്ടി, ചെന്നൈ, ഒത്തിരി സ്ഥലത്ത് പോയി. അത് ഓക്കെ. അതേപോലെ മലയാള പടത്തിൻ്റെ ഇതിന് അതാണെന്ന് തോന്നുന്നു എനിക്കൊന്ന്. പിന്നെ ബാംഗ്ലൂർ പോയത് പ്രിയദർശൻ സാറിൻ്റെ ഹംഗാമ 3 ഹിന്ദി വന്നല്ലോ. ഈ ആൾക്കാർ ജൂനിയർ ആർട്ടിസ്റ്റ് ആവണത് സിനിമയോടുള്ള അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ അതോ പാർട്ട് ടൈം ആയിട്ടൊരു ജോബാണോ? ആഗ്രഹമുള്ളവരുണ്ട്, ഇല്ല ചിലപ്പോൾ ചിലരൊരു വരുമാന മാർഗം എന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഒരു സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10-15 ദിവസം കഴിഞ്ഞാണ് പേയ്മെൻറ്റ് കിട്ടുന്നുള്ളൂ. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഈ GST പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് എല്ലാം അക്കൗണ്ട് പേ ആയ. മറ്റേന്ന് പറയാൻ നേരത്തെ വർക്ക് ചെയ്യുമ്പം പൈസ എണ്ണി കൊടുത്ത് അന്നേരം തന്നെ നമുക്കും കൊടുത്ത് പോകാം, ആൾക്കാർക്കും കൊടുക്കും എല്ലാം. ഇപ്പം അതല്ല, ഒരു ഇത് ബില്ല് കൊടുത്ത് അത് പോയി സൈൻ ചെയ്തെല്ലാം വന്ന് വരുമ്പോൾ 7-8 ദിവസം മെമ്പർമാർക്ക് അങ്ങനെ പോകുന്നത്. 7 ദിവസമാണ് അവരുടെ ബില്ല് പോകുന്നത്, അവിടെ യൂണിറ്റ് പരിപാടി. പക്ഷേ ജൂനിയേഴ്സിന് അതും കഴിഞ്ഞ് ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞേ ഉള്ളൂ. ഫസ്റ്റ് പടം തുടങ്ങി 1-ാം തീയതി പടം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ 15-ാം തീയതിയാണ് 1-ാം തീയതിയിൽ ബില്ല് പാസ്സായി വരുന്നത്. അപ്പോൾ 2-ാം തീയതി വർക്കില്ലെന്ന് വെച്ചു, പിന്നെ 5-ാം തീയതി ആയിരിക്കും. ഈ 5-ാം തീയതി വർക്ക് വരുന്നത് പിന്നെ അത്ര 20-ാം തീയതി ആവും. അപ്പം അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ഒരു പ്രശ്നമാണ്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. കാരണം പേയ്മെൻറ്റ് അല്ല, എല്ലാവരും ഞങ്ങൾ ഇതിനു വേണ്ടിയല്ലേ വരുന്നത്, ആ പൈസ അന്നത്തെ ഇതിനു വേണ്ടി നമ്മൾ വന്നിട്ട് കിട്ടുന്നില്ല. സമയത്ത് കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കിട്ടുന്നില്ല. നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് റോൾ ചെയ്ത് കൊടുക്കും. എന്തായാലും കിട്ടാനുള്ള പൈസയല്ലേ കിട്ടും. പക്ഷേ അതങ്ങനെ കൂടി കിടന്നപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ എന്നാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പടം പാക്കപ്പായെന്ന് വെച്ചു. അപ്പോൾ ഒരു 1-2 ലക്ഷം രൂപ അതിലൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ റൗണ്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചെറിയ പ്രൊഡ്യൂസർ വന്ന് ഒന്നുമില്ല, എല്ലാം തീർന്ന് ആ 1.5-ക്കകത്തുനിന്ന് അല്ല 2-ക്കകത്തുനിന്ന് എങ്ങനെയാണ് ഒരു 10-25,000 രൂപയുടെ വെട്ടി കുറഞ്ഞു. കയ്യിൽ നിന്ന് ഒരുപാട് കാശ് പോവും അവർ കുറയ്ക്കും. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പൈസ കൊടുത്ത് കഴിഞ്ഞല്ലോ, നമ്മുടെ ലാഭം പോയി. പണിയെടുത്ത ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ ഒരുപാട് പോയിട്ടുണ്ട്, കുറേ പോയിട്ടുണ്ട്. ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പം പിന്നെ നേരത്തെ തന്നെ അങ്ങ് എഗ്രിമെൻ്റ് അല്ല, നമ്മൾ പൈസ പണം തീരുന്നതിന് മുമ്പ് എന്തായാലും വാങ്ങിക്കുന്നുണ്ട്. ഈ ആദ്യകാലത്തൊക്കെ മുഖം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വരും കാത്തിരിക്കുമായിരുന്നു. നമുക്കറിയാമല്ലോ ഈ സീൻ വരും, അതെ അടുത്ത സീൻ ഡബിൾ ആ ഷൂട്ട് തുടക്കുന്നിട്ട് അവസാനം വരെ അവിടെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പം അതിൻ്റെ അകത്ത് എന്തായാലും ഞാൻ ഉണ്ടാവും അടുത്ത സീൻ്റെ അകത്ത് വന്നു പോകും. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അപ്പുറത്ത് മോണിറ്ററിൽ പോയി നോക്കും, നമ്മളുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുന്നത്. പിന്നെ എഡിറ്റിംഗായി പോയാൽ പൊട്ടെന്ന് നോക്കും. ഏതോ പുതിയ പടം പ്രഥമ ദൃഷ്ടിയാൽ കുറ്റക്കാർ എന്ന് പറഞ്ഞ് പാർവതി തിരുവോത്ത്, വിനയ് ഫോർട്ട്, മാത്യൂസ്, വലിയൊരു താരനിര, ഉണ്ണിമായ, നല്ലൊരു ഇത്. ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു കഥയാണ്. അതിലൊരു 14 പേരോളമുണ്ട്. അതിലൊരു പോലീസുകാരനായിട്ട് ഞാനും അഭിനയിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഡയലോഗൊക്കെ ഉണ്ടോ? ഇതുവരെ കിട്ടില്ല. 20 ദിവസം ഷൂട്ട് കഴിഞ്ഞു. സ്റ്റേഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് പറഞ്ഞ് എല്ലാവർക്കും ഡയലോഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു.